ബി കൂൾ, ഡോണ്ട് വറി. ട്രോൾ വന്നു കഴിഞ്ഞെങ്കിൽ ഞാനൊന്നും പേടിച്ചിട്ട് മിണ്ടാനൊന്നും നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില കാര്യത്തിൽ ഞാൻ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടാവും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനെതിരെ കാസർഗോഡ് ഇന്നലെ BJP വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിനിടെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഈ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുമ്പോൾ ആ വാഹനം തടയുന്നുണ്ട്. തടഞ്ഞു നിർത്തി പോകാൻ അനുവദിക്കില്ല എന്ന് ML അശ്വിനി പറയുന്നുണ്ട്. പക്ഷേ അതിനിടെ ഈ വാഹനം മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആ ദൃശ്യം പ്രചരിക്കുകയും ചെയ്തു. ഇപ്പോൾ ML അശ്വിനി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അത് ട്രോൾ രൂപേണയൊക്കെ അത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. വാഹനം തടയാൻ മുന്നിൽ ആളുണ്ടായിരുന്നില്ല, പിന്നിൽ മാസമായി, പക്ഷേ മുന്നിൽ ആളുണ്ടായിരുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രചരിക്കുന്നത്. എന്താണ് അതിൽ പറയാൻ? ഇന്നലെ മാധ്യമക്കാർ കണ്ടതല്ലേ. ആക്ച്വലി എൻ്റെ പ്രവർത്തകന്മാർ ഒരു തെറ്റ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോലീസ് എടുക്കുമ്പോൾ അത് എന്തെങ്കിലും നമ്മൾ BJP ജില്ലാ അധ്യക്ഷ നിലക്ക് ഞാൻ അവിടെ പോയിട്ട് തടക്കും. ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടിയാണ് അവിടെ പോയത്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ഒരു 1 hour കഴിഞ്ഞ ശേഷം ഒരു 200 മുകളിൽ ആൾക്കാർ നമ്മൾ കളക്ടറേറ്റിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കോളേ ചെയ്യാനുണ്ടായത്. പക്ഷേ നമ്മൾ സമാധാനപരമായിട്ടാണ് പോയത്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിൻ്റെ അണികളാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പേടിച്ചുകൊണ്ടാണ് പോലീസുമാർ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തകന്മാർ അതിലെ ജീപ്പിൽ വെച്ച് കൊണ്ടുമ്പോൾ ഞാൻ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇതിലാണ് പോയത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ പോയത്. ഫ്രണ്ടിൽ ഞങ്ങളും എൻ്റെ പ്രവർത്തകന്മാർ ഉണ്ടായതും നമ്മൾ തടന്നിട്ടാകുമ്പോൾ പിന്നെ എന്താക്കിയ ഡ്രൈവർ ബാക്കിലോട്ട് എടുത്തിട്ടാകുമ്പോൾ ഇവരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കി ബാക്കിൽ പോയി. പക്ഷേ എൻ്റെ പ്രവർത്തകന്മാർ എൻ്റെ കൂടെ തന്നെ വന്നത് കൊണ്ടാണ് ആ ജീപ്പ് മുമ്പിൽ പോയത്. പക്ഷേ ഈ വീഡിയോ ഫുള്ള് പ്രചരിപ്പിക്കാണ്ട് ഈ ബാക്കിൽ ഞാൻ പിടിച്ച സീന് മാത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ട് ട്രോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ സുഖിപ്പിക്കട്ടല്ലേ, ട്രോളേഴ്സ്മാർക്ക് ഒരു കണ്ടന്റ് കിട്ടി, അവരെ ലൈക്സും പിന്നെ റീച്ചും കൂട്ടി ഈ ഒരു കണ്ടന്റ് നോക്കിയ ചിരിക്കാത്ത ആൾക്കാർ പോലും ചിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആരോഗ്യം ഒന്നുകൂടി ഉഷാറായിട്ട് വരട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. ട്രോൾ വന്നു കഴിഞ്ഞെങ്കിൽ ഞാനൊന്നും പേടിച്ചിട്ട് മിണ്ടാനൊന്നും നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില കാര്യത്തിൽ ഞാൻ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടാവും. എപ്പോഴും ഞാൻ എൻ്റെ പ്രവർത്തകർ കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ കൊടുത്തിട്ടായെങ്കിലും ഞാൻ അവരെ രക്ഷിക്കും. അതാണ് എൻ്റെ നിലപാട്. ഈ ട്രോൾ വന്നാലും അത് പ്രതിഷേധത്തിനെ ബാധിക്കില്ല എന്നാണ്. യെസ്, ട്രോൾ വന്നു കഴിഞ്ഞെങ്കിലും പോലും പ്രതിഷേധത്തിനൊന്നും ബാധിക്കുന്നില്ല. ഞങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ള നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, നമുക്കൊരു എയിം ഉണ്ട്. സോ നമ്മൾ അവിടെ പോയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് നന്നായിട്ട് അവിടെ ഇന്നലെ നടന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ കുറേ ട്രോളുകൾ വരുന്നുണ്ട്. ബി കൂൾ, ഡോണ്ട് വറി. എന്തായാലും മുന്നിൽ 1-2 പ്രവർത്തകരുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പ്രവർത്തകന്മാർ ജില്ലാധ്യക്ഷ ബാക്കിൽ പോയല്ലോ എന്ന് പറഞ്ഞ് ജില്ലാധ്യക്ഷ അങ്ങനെ ബാക്കിൽ വന്നു. പക്ഷേ അത് ഫ്രണ്ടിൽ വണ്ടി പോകുന്നോ ആ മൊമെൻറ്റിക്ക് പെട്ടെന്ന് അവർക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ടാവില്ല. ഞാൻ എന്തു ചെയ്തു, ഇവർ ഉണ്ടാവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിൽ വന്നു. ഞാൻ പോയി നിർത്തി എൻ്റെ ബാക്കിൽ തന്നെ വന്നത് കൊണ്ടാണ് ആ മിസ്റ്റേക്ക് ആയത്. പക്ഷെ എന്തായാലും പ്രവർത്തകന്മാർ BJP ജില്ലാധ്യക്ഷന് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തതാ. എന്തായാലും ട്രോളുകളൊക്കെ ഉണ്ടാവട്ടെ. ട്രോളുകൾ സമരത്തെയും പ്രതിഷേധത്തെയും ബാധിക്കില്ല എന്നതാണ് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി വ്യക്തമാക്കുന്നത്.